ഓഗസ്റ്റിൽ മോദി സർക്കാർ താഴെ വീഴുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. RJD നേതാവ് ലാലു പ്രസാദ് യാദവാണ് മോദി സർക്കാരിന്റെ പതനം പ്രവചിച്ചത്. ജൂൺ 5-ന് RJDയുടെ സ്ഥാപക ദിന പരിപാടിയിലായിരുന്നു ലാലുവിന്റെ പരാമർശം. നരേന്ദ്രമോദി സർക്കാർ ദുർബലമാണ്, സർക്കാരിന്റെ ബലഹീനത മൂലം എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം, ചിലപ്പോൾ ഓഗസ്റ്റിൽ തന്നെ സർക്കാർ താഴെ വീഴും, ഇടക്കാല തെരഞ്ഞെടുപ്പിന് തയ്യാറാവൂ, ഇങ്ങനെയാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ ശക്തമായ പ്രതിരോധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പാർലമെന്റിൽ മോദിയെയും സർക്കാരിനെയും രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വെള്ളം കുടിപ്പിക്കുകയാണ്. 10 വർഷത്തെ ക്ഷീണം പ്രതിപക്ഷം തീർക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഇനി വരുന്ന ദിവസങ്ങളിലും സർക്കാരിനെ കാത്തിരിക്കുന്നത് പ്രതിഷേധ പരമ്പരകളാവും. ഓരോ നീക്കവും പ്രതിപക്ഷം നിരീക്ഷിക്കും, വിമർശിക്കും. NDA സഖ്യകക്ഷികളൊന്നും തൃപ്തരല്ല. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും നിശബ്ദരായിരിക്കുന്നു എന്നേ ഉള്ളൂ. സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ചന്ദ്രബാബു നായിഡുവിനുണ്ടാവും. അതിനിടയിൽ മുൻ TDP നേതാവും ഇപ്പോൾ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡിയുമായി ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാന വിഭജന ശേഷമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ചയെന്ന് പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തള്ളിക്കളയാനാവില്ല. അതിനിടെ RJD നേതാവ് തേജസ്വി യാദവ് നിതീഷിനോട് ബീഹാറിൻ്റെ കോട്ട പരിധി ഉയർത്താൻ ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി നിയമപരമായ പ്രതിരോധം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംവരണ പരിധി 50% നിന്ന് 65% ഉയർത്താനുള്ള ബീഹാർ സർക്കാരിൻ്റെ നീക്കം പട്ന ഹൈക്കോടതി അടുത്തിടെ റദ്ദാക്കിയിരുന്നു. സംവരണ വിഷയത്തിൽ നിതീഷിൻ്റെ പാർട്ടിയുടെ നിലപാടല്ല BJPക്ക്. എന്നാൽ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം സംവരണം നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. ഇത് മനസ്സിലാക്കിയാണ് തേജസ്വി യാദവ് ഒരു മൂഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നത്. ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യവും നിതീഷ് ഉയർത്തിയിട്ടുണ്ട്. ബീഹാറിൻ്റെ പ്രത്യേക പദവി എന്ന ആവശ്യത്തിൽ JDU പ്രമേയം പാസാക്കിയത് തങ്ങൾക്ക് ആശ്ചര്യമായി തോന്നിയെന്നാണ് ഇതിനെക്കുറിച്ച് തേജസ്വി യാദവ് പറഞ്ഞത്. ഇപ്പോൾ നിതീഷ് കുമാർ കേന്ദ്രത്തെ സംബന്ധിച്ച് ഒരു സുപ്രധാന വ്യക്തിയാണ്. മോദി സർക്കാർ അദ്ദേഹത്തെയാണ് ആശ്രയിക്കുന്നത്. അദ്ദേഹം ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി നൽകുകയും നിയമപരമായ പരീക്ഷ നൽകുന്നതിന് ബീഹാർ കോട്ട പരിധി ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിന് കീഴിലാക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിതീഷ് കുമാർ ഇനി ഇക്കാര്യം കേന്ദ്രത്തോട് യാചിക്കരുതെന്നും തേജസ്വി പറഞ്ഞു. നിതീഷിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് തേജസ്വിയുടെ ലക്ഷ്യമെന്ന് വ്യക്തം. അടുത്ത വർഷം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സംവരണ പ്രത്യേക പദവി വിഷയത്തിൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ നിതീഷിന്റെ നില പരുങ്ങലിലാകും. അങ്ങനെ വന്നാൽ ഉറപ്പായും നിതീഷും ചന്ദ്രബാബു നായിഡുവും മാത്രമല്ല NCP അജിത് പവാർ വിഭാഗവും അതൃപ്തരാണ്. മോദിയെ പ്രതിരോധത്തിലാക്കിയാണ് രാഹുൽ കലാപബാധിത മണിപ്പൂർ സന്ദർശിച്ചത്. മണിപ്പൂർ സംഘർഷം പരിഹരിക്കാൻ പരാജയപ്പെട്ടതിൽ RSSും പരസ്യമായി മോദി സർക്കാരിനെ വിമർശിച്ചിരുന്നു. രാഹുൽ മണിപ്പൂരിലെത്തി കുക്കി, മെയ്തൈ വിഭാഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്തു. ഈ സന്ദർശനം കോൺഗ്രസിന് നൽകിയ മൈലേജ് ചെറുതല്ല. മണിപ്പൂർ സംഘർഷം പരിഹരിക്കാൻ കഴിയാത്തത് മോദി സർക്കാരിന്റെ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തുന്നത്. അങ്ങനെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് മോദിയുടെ 3ാം സർക്കാർ കടന്നുപോകുന്നത്. ലാലുവിൻ്റെ പ്രവചനം നടക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.